ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻസ്പയറിംഗ് ആയ, എന്നാൽ കേൾക്കുമ്പോൾ ഒരു സിനിമ പോലെ തോന്നുന്ന ഒരു യഥാർത്ഥ ജീവിതകഥയെക്കുറിച്ചാണ്. അതെ, ശരിക്കും ഒരു സിനിമാ കഥ പോലെ തന്നെ. ഒരുപാട് പേർക്ക് പ്രചോദനമാകുന്നൊരു കഥ. ശരിയാ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വിന്നിംഗ് ടീം എന്ന യൂട്യൂബ് ചാനലിൽ വന്ന ആഞ്ജനേയുലു, അതുപോലെ നാഗലക്ഷ്മി റാസനൂരി എന്നിവരുടെ ജീവിത വിജയത്തിന്റെ കഥയാണ്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വെസ്റ്റീജ്, പിന്നെ വിന്നിംഗ് ടീം എന്നിവയിലൂടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് എത്രമാത്രം സിമ്പിളാണെങ്കിൽ കണ്ടെത്തുക എന്നതാണ്. അതെ, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ഈ പ്ലാറ്റ്ഫോം എങ്ങനെ സഹായിക്കുന്നു എന്നും നമ്മൾ നോക്കുന്നുണ്ട്. വളരെ സിമ്പിളായ ഒരു വഴിയാണിത്. അതെ അതെ. 8 ലക്ഷം രൂപയുടെ കടം വന്ന് എങ്ങോട്ടും പോകാൻ വഴിയില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തി വെറും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ഹൈദരാബാദിൽ 2 കോടി രൂപയുടെ ഒരു സ്വപ്നഭവനം പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും തികച്ചും സിമ്പിളായൊരു വഴിയിലൂടെ. അതാണ് നമ്മൾ ഇന്ന് ഡീകോഡ് ചെയ്യുന്നത്. ആ ഒരു മാറ്റം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അദ്ദേഹം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമ്മൾ കൃത്യമായി അറിയണം. അദ്ദേഹത്തിന്റെ പഴയകാല ജീവിതം എത്രത്തോളം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു എന്ന് നോക്കാം. തീർച്ചയായും. ആഞ്ജനേയലു വരുന്നത് നൽഗൊണ്ട ജില്ലയിലെ ദേവരകൊണ്ടയ്ക്കടുത്തുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണല്ലേ? അതെ, മൊബൈൽ സിഗ്നൽ പോലും ഇല്ലാത്തൊരു ഗ്രാമം. അവിടെ നിന്ന് 21 വർഷങ്ങൾക്ക് മുമ്പ് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ റൂം വാടക നൽകാൻ പോലും അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ലായിരുന്നു. ഓ, അത് വളരെ മോശം അവസ്ഥയാണല്ലോ. അതെ, കറണ്ടോ വെള്ളമോ ഇല്ലാത്ത ഒരു ചെറിയ മുറി. ഒന്നാലോചിച്ചു നോക്കൂ, ബാത്റൂമിൽ പോകാൻ പോലും 2-3 കിലോമീറ്റർ നടക്കണമായിരുന്നു അന്ന്. വാവ്. എന്നിട്ട് സൈദാബാദിലെ പച്ചക്കറി മാർക്കറ്റിൽ വെറും 5000 രൂപയ്ക്കാണ് അദ്ദേഹം അന്ന് ജോലി ചെയ്തിരുന്നത്. സ്വന്തം ബന്ധുക്കൾക്ക് പോലും നല്ല വീടുകളുണ്ടായിരുന്നപ്പോൾ ഇവർ ഒരു കുടിലിൽ ജീവിക്കുന്നത് കണ്ട് പലരും പരിഹസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ പരിഹാസങ്ങൾ കേട്ടാണ് അദ്ദേഹം പണം സമ്പാദിക്കാനായി പല ജോലികളും ചെയ്തത്. സൊമാറ്റോ, സ്വിഗ്ഗി, ഓല, ഊബർ, റാപ്പിഡോ അങ്ങനെ കിട്ടുന്ന ഡെലിവറി ജോലികളൊക്കെ ചെയ്തു. ദിവസം 20 മുതൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്തു എന്നാണ് പറയുന്നത്. 24 മണിക്കൂറോ? അപ്പോൾ ഉറക്കം പോലുമില്ലാതെ? അതെ, ഉറക്കം ഉപേക്ഷിച്ചുള്ള ഓട്ടം. എന്നിട്ടും ഫലമുണ്ടായില്ല. പകരം 8 ലക്ഷം രൂപയുടെ കടക്കാരനായി അദ്ദേഹം മാറി. ആ ഒരവസ്ഥയിലാണ് 2019 ഫെബ്രുവരിയിൽ അദ്ദേഹം തൂങ്ങി മരിക്കാൻ ശ്രമിക്കുന്നത്. വളരെ സങ്കടകരമായ അവസ്ഥ. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റുണ്ടായി. ആ പഴയ സാരി പൊട്ടി അദ്ദേഹം താഴെ വീണു, ജീവൻ തിരികെ കിട്ടി. അന്ന് അദ്ദേഹം ചിന്തിച്ചത് താൻ ആത്മഹത്യ ചെയ്യാൻ പോലും കൊള്ളാത്തവനാണല്ലോ എന്നാണ്. ശരിയാ, വളരെ ഡാർക്കായൊരു നിമിഷം. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു ഇരുണ്ട തുരങ്കത്തിന്റെ ഏറ്റവും അവസാനത്തെ അവസ്ഥ പോലെയാണ്. എങ്ങോട്ടും പോകാൻ വഴിയില്ലാത്ത അവസ്ഥ. എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും വലിയ പരാജയങ്ങളും കടബാധ്യതയും നേരിട്ടൊരു വ്യക്തിക്ക് പുതിയൊരു അവസരം വരുമ്പോൾ അത് വിശ്വസിക്കാനുള്ള മാനസികാവസ്ഥ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇത്തരം വലിയ തകർച്ചകൾ ചിലരെ പൂർണ്ണമായും ഇല്ലാതാക്കും. എന്നാൽ മറ്റു ചിലർക്ക് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ലല്ലോ എന്ന തോന്നലിൽ നിന്ന് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ശക്തമായൊരു തീരുമാനമായി അത് മാറും. ആഞ്ജനേയലുവിന്റെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അത് ശരി. ആ തീരുമാനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വെസ്റ്റീജ് എന്ന വെളിച്ചം കടന്നുവരുന്നത്. ആത്മഹത്യാശ്രമത്തിനു ശേഷം അദ്ദേഹത്തിന്റെ അച്ഛൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ഉപേക്ഷിച്ച് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. അതെ, സാധാരണ എല്ലാവരും പറയുന്ന പോലെ തന്നെ. എന്നാൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ആശയത്തോട് അടങ്ങാത്ത അഭിനിവേശമായിരുന്നു. അങ്ങനെയാണ് വിന്നിംഗ് ടീം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ വെസ്റ്റീജിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വലിയ നേട്ടമുണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2019 വെസ്റ്റീജിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഉയർന്ന വരുമാനം 21,796 രൂപയായിരുന്നു. ആ ഒരു ചെക്ക് കിട്ടിയപ്പോഴാണ് ഡയറക്റ്റ് സെല്ലിംഗ് വളരെ മികച്ചതും വിശ്വസനീയവുമായ ഒന്നാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, സാധാരണഗതിയിൽ 8 ലക്ഷം രൂപയൊക്കെ കടം വരുമ്പോൾ അത് തീർക്കാൻ വളരെ സങ്കീർണമായ വഴികൾ വേണമെന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. എന്നാൽ മറ്റ് ജോലികളിൽ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാത്ത വിജയം വെസ്റ്റീജ് പോലൊരു പ്ലാറ്റ്ഫോമിലൂടെ ഇത്രയും സിമ്പിളായി അദ്ദേഹത്തിന് സാധ്യമായത് എന്തുകൊണ്ടാണ്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. വെസ്റ്റീജ് നൽകുന്ന അവസരങ്ങൾ വളരെ സിമ്പിളാണ്. അതാണിതിന്റെ വിജയം. വലിയ നിക്ഷേപങ്ങളോ സങ്കീർണമായ ബിസിനസ് തന്ത്രങ്ങളോ ഇതിനാവശ്യമില്ല. ഓഹോ, എന്നുവെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെന്റൊന്നും വേണ്ടേ? വേണ്ട. വെസ്റ്റീജിനൊപ്പം വിന്നിംഗ് ടീം നൽകുന്ന ഒരു സിസ്റ്റമുണ്ട്.
ആ സിസ്റ്റം കൃത്യമായി പിന്തുടർന്നാൽ മാത്രം മതി. ആർക്കും ഇവിടെ വിജയിക്കാം. സ്വന്തമായി പുതിയ വഴികളൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും വളരെ സിമ്പിളാണ്. വാവൂ, അപ്പോ ആ സിസ്റ്റം ഫോളോ ചെയ്യുക മാത്രമാണ് വേണ്ടത്. ഇവിടെയാണ് ഈ കഥയിലെ മറ്റൊരു നിർണായകമായ കാര്യം വരുന്നത്. വിന്നിംഗ് ടീമിന്റെ പിന്തുണയും നാഗലക്ഷ്മിയുടെ പങ്കും. 2020 ആഞ്ജനേയലുവും നാഗലക്ഷ്മിയും വിവാഹിതരാകുന്നത്, അല്ലേ? അതെ. വിവാഹശേഷം നാഗലക്ഷ്മി വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി നേരിട്ട് മനസ്സിലാക്കി. ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോൾ അവർക്ക് ഈ ബിസിനസ്സിൽ വലിയ വിശ്വാസം വന്നു. എന്നുവെച്ചാൽ ആ പ്രോഡക്റ്റുകൾ അത്രയും നല്ലതാണെന്നാണല്ലോ അത് കാണിക്കുന്നത്. തീർച്ചയായും. ആ വിശ്വാസത്തിന്റെ പുറത്ത് അവർ ഈ ബിസിനസ്സിനെക്കുറിച്ച് പൂർണ്ണമായി പഠിക്കാൻ തുടങ്ങി. പുതിയ ജോയിനിങ്ങുകൾക്കുള്ള മെയിലുകൾ അയയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാഗലക്ഷ്മി ഏറ്റെടുത്തു. അങ്ങനെ കുടുംബം ഒന്നടങ്കം ഇതിലേക്ക് ഇറങ്ങി. ഇതിൽ വിന്നിംഗ് ടീമിന്റെ റോള് വളരെ വലുതായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഈ യാത്രയിൽ അവരുടെ അപ്ലൈൻമാരായ ശ്രീനിവാസ് വഡ്ഡേമാനു, പുരുഷോത്തമദാസ് എന്നിവരുടെ പിന്തുണ വളരെ വലുതായിരുന്നു. അതെ, അവരെപ്പോഴും കൂടെ നിന്ന് ഗൈഡ് ചെയ്തു. ഇവരുടെ ചെക്ക് 1,00,000 രൂപയായപ്പോ അപ്ലൈൻമാർ തന്നെ ഇവരോടൊരു കാർ വാങ്ങാൻ നിർദ്ദേശിച്ചു. വാവൂ, 1,00,000 വരുമാനം! കാറ് വാങ്ങിയതിനു ശേഷം അവരുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു അല്ലേ? ക്രൗൺ ഡയറക്ടർ പദവി 3 മാസം നിലനിർത്തുകയും ചെയ്തു. ശരിയാ. ക്രൗൺ ഡയറക്ടർ പദവി 3 മാസം നിലനിർത്തിയതോടെ അവർക്ക് വെസ്റ്റീജിൽ നിന്ന് ഹൗസ് ഫണ്ട് ലഭിക്കാൻ തുടങ്ങി. സ്വന്തമായി വീട് വയ്ക്കാനുള്ള കമ്പനിയുടെ ഫണ്ട്. ഇത് കേൾക്കുമ്പോൾ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി തിരിച്ചറിയുന്നു, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു, വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റം കൃത്യമായി ഫോളോ ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ചെയ്യാൻ തോന്നുന്ന അത്രയും സിമ്പിളായ ഒരു കാര്യമല്ലേ ഇത്? അതെ, അതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ സൗന്ദര്യം. പുറത്തുള്ള ബിസിനസ്സുകളിൽ നമ്മൾ ഒറ്റയ്ക്ക് പോരാടണം. എന്നാൽ ഇവിടെ വിന്നിംഗ് ടീമിനെ പോലൊരു മികച്ച സിസ്റ്റം കൂടെയുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച വളരെ സിമ്പിളായി മാറും. ആരും നിങ്ങളെ താഴെ വലിച്ചിടാൻ നോക്കില്ല. എല്ലാവരും പരസ്പരം സഹായിക്കുന്നു. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് കുടുംബം ഒന്നടങ്കം ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതും അവരുടെ വളർച്ച ഇത്ര വേഗത്തിലായതും. ഇനി ഈ യാത്രയുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. സ്വപ്നഭവനവും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവും. ഈ നേട്ടങ്ങൾ കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആഞ്ജനേയലുവിന്റെ അച്ഛനായിരിക്കും. ഒരു കാലത്ത് ഈ ബിസിനസ് നിർത്താൻ പറഞ്ഞ അദ്ദേഹത്തിന് ഇന്ന് വാക്കുകൾക്കതീതമായ സന്തോഷമുണ്ട്. തീർച്ചയായും. അന്ന് പച്ചക്കറി മാർക്കറ്റിലും ഫുഡ് ഡെലിവറിയിലുമൊക്കെ മറ്റുള്ളവർ കളിച്ചു നടക്കുന്ന സമയത്ത് അദ്ദേഹം ജോലി ചെയ്തു. എന്നാൽ ഇന്നോ മറ്റുള്ളവർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം കുട്ടികളോടൊപ്പം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ജീവിതം ആസ്വദിക്കുകയാണ്. ഇതിനെയാണ് ടൈം ഫ്രീഡം എന്ന് പറയുന്നത്. അതാണ് വെസ്റ്റീജ് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. അവർ ഇപ്പോൾ വെസ്റ്റീജിലെ ഏറ്റവും ഉയർന്ന പദവികളിൽ ഒന്നായ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറി. ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ ഫീൽ ചെയ്യുന്നുണ്ട്. വിന്നിംഗ് ടീമിന്റെയും വെസ്റ്റീജിന്റെയും പിന്തുണയോടെ അവരെടുത്ത പുതിയ തീരുമാനം കേൾക്കുമ്പോഴാണ് ഈ ബിസിനസ് എത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലാവുന്നത്. 2025 അവസാനത്തോടെ ഹൈദരാബാദിൽ 2 കോടി രൂപ ബഡ്ജറ്റിൽ അവർ തങ്ങളുടെ സ്വപ്നഭവനം നിർമ്മിക്കാൻ പോവുകയാണ്. അതെ, 2 കോടി രൂപയുടെ വീട്. 8 ലക്ഷം കടത്തിൽ നിന്നാണ് ഈ വളർച്ച. അവരൊരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പരാജയപ്പെട്ട കഥകൾ പറഞ്ഞ് ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റുന്നതിനു പകരം വിജയത്തിന്റെ കഥകൾ പറയുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. പരാജയത്തിന്റെ കഥകൾ പറയുന്നതിനു പകരം വിജയത്തിന്റെ കഥകൾ പറയുക എന്നത് വളരെ പവർഫുള്ളായൊരു ചിന്തയാണ്. എനിക്കൊരു കാര്യം അറിയാൻ താൽപ്പര്യമുണ്ട്. വാടക കൊടുക്കാൻ കാശില്ലാത്ത കുടിലിൽ നിന്ന് 2 കോടിയുടെ വീട്ടിലേക്കുള്ള ഈ മാറ്റം ഇത്തരം അവസരങ്ങൾ അന്വേഷിക്കുന്ന നമ്മുടെ കേൾവികാർക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? വളരെ സിമ്പിളായൊരു സന്ദേശമാണിത് നൽകുന്നത്. ശരിயான പ്ലാറ്റ്ഫോമും മികച്ചൊരു ടീമും ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏതു വലിയ സ്വപ്നവും വളരെ സിമ്പിളായി നേടിയെടുക്കാൻ കഴിയും. അതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ ദമ്പതികൾ. വെസ്റ്റീജും വിന്നിംഗ് ടീമും അത് സാധ്യമാക്കുന്നു. അതെ അതെ. പ്രിയ കേൾവിക്കാരാ, നമ്മളിന്ന് കണ്ടത് കേവലം ഒരു വിജയകഥയല്ല. വലിയ കടബാധ്യതകളിൽ നിന്ന് ആത്മഹത്യയുടെ വക്കിലെത്തിയൊരു മനുഷ്യൻ വെസ്റ്റീജ് എന്ന മികച്ച പ്ലാറ്റ്ഫോമിലൂടെയും വിന്നിംഗ് ടീമിന്റെ പിന്തുണയിലൂടെയും സ്വന്തം ജീവിതം എത്ര സിമ്പിളായി തിരികെ പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. ശരിയാ. 5000 രൂപയുടെ ജോലിയിൽ നിന്ന് 2 കോടിയുടെ സ്വപ്നഭവനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു. ഇതാർക്കും സാധ്യമാവുന്ന ഒന്നാണ്. തീർച്ചയായും.
ഡയറക്റ്റ് സെല്ലിംഗ് എന്നത് എത്രത്തോളം സിമ്പിളായതും ഗുണകരവുമായ ഒന്നാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഈ വെസ്റ്റീജ് കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്യാനും വിന്നിംഗ് ടീമിനൊപ്പം ചേർന്ന് നിങ്ങളുടെ സ്വന്തം വിജയകഥ രചിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമില്ലേ? എല്ലാവർക്കും ആ താൽപ്പര്യമുണ്ടാകും. കാരണം ഇത്രയും സിമ്പിളായി വിജയം നേടാൻ കഴിയുന്ന മറ്റൊരവസരം വേറെയുണ്ടോ എന്ന് സംശയമാണ്. അതെ. അവസാനമായി കേൾവിക്കാരാ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാറ്റുന്നതും പരസ്പരം സഹായിക്കുന്ന ഒരു മികച്ച ടീമിനൊപ്പം ചേരുന്നതും വഴി നിങ്ങളുടെ വരും തലമുറയുടെ തലവര തന്നെ മാറ്റിയെഴുതാൻ കഴിയുമെങ്കിൽ ആ ഒരൊറ്റ സിമ്പിൾ തീരുമാനമെടുക്കാൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതെന്താണ്? യാതൊന്നും പിന്നോട്ട് വലിക്കാൻ പാടില്ല. ഈ അവസരം ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. അതെ, വിന്നിംഗ് ടീമിനൊപ്പം വെസ്റ്റീജിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പുതിയ ജീവിതം ഇന്ന് തന്നെ ആരംഭിക്കൂ.